ഒരാഴ്ച കൊണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം കുറ്റമറ്റതായി പോകും. നമ്മളെ അധ്യാപകരൊക്കെ തന്നെ സഹകരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സന്തോഷമാണ്. പുതിയൊരു എത്ര വർഷക്കാലമായി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതു മെനുവാണ് നമുക്ക് ഒരു പരിഷ്കാരം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. ഈ മന്ത്രിയുടെ പ്രസ്താവനയും അതോടൊപ്പം തന്നെ സർക്കുലറുകളും ഒക്കെ വളരെ രുചിപ്രദമാണ്, സ്വാഗതാർഹമാണ്. പക്ഷേ ഇത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഈ സർക്കുലറുകളിലൊന്നും പ്രത്യേകിച്ച് കൂടുതലായൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഉച്ചഭക്ഷണത്തിന്റെ തുക വളരെ കാലമായി 2016 വർദ്ധിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഉച്ചഭക്ഷണത്തിന്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പൊ LP വിഭാഗത്തിൽ കൊടുക്കുന്ന 6 രൂപ 78 പൈസയും അതുപോലെ UP വിഭാഗം കുട്ടികൾക്ക് കൊടുക്കുന്ന 10 രൂപ 17 പൈസയും കൊണ്ട് ഇത്രയും വൈവിധ്യമുള്ള വിഭവങ്ങൾ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഈ സർക്കുലർ ഇറക്കുന്നവർക്ക് തന്നെ കൃത്യമായി അറിയാം. പാചക തൊഴിലാളികൾ എന്ന് പറയുന്നത് 500 പേർക്ക് ഒരാളാണ്. ആ പാചക തൊഴിലാളികൾക്ക് കിട്ടുന്ന പൈസ പോലും ഇപ്പൊ 2ാമത്തെ മാസമാവുന്നു, പൈസ കൊടുത്തിട്ടില്ല. മറ്റൊരു കാര്യം, ഈ പറയുന്ന മെനു എല്ലാം ഉണ്ടാക്കാൻ പരിചയമുള്ള ആളുകളല്ല ഇവര്, ഇതൊന്നും പരിശോധിച്ചിട്ടല്ലല്ലോ. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പം ഇവർക്ക് കൂടി ഇതിന് ആവശ്യമായ പരിശീലനവും മറ്റു സംഭവങ്ങളും കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. കുട്ടികൾക്ക് സന്തോഷമാണ്. പുതിയൊരു എത്ര വർഷക്കാലമായി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതു മെനുവാണ് നമുക്ക് ഒരു പരിഷ്കാരം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് കാശില്ല. കേന്ദ്ര ഗവൺമെന്റ് 1500 കോടി രൂപ തരാറുണ്ട്. ആ കടത്തിൽ നിന്നുകൊണ്ടാണ് മക്കൾക്ക് നമ്മൾ ഭക്ഷണം ഇങ്ങനെ പുതിയ മെനു എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും ടീച്ചർമാരും അതുപോലെ ടീച്ചർമാരോടൊപ്പം തന്നെ പാചക തൊഴിലാളികളും PTA-യും ലോക്കൽ ബോഡീസൊക്കെ സഹകരിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ സഹകരിക്കുന്നുണ്ട്. കൊടുക്കുന്നതിന് കുറച്ച് താമസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കാശ് കൊടുത്തതിന് തീർത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പലവ്യഞ്ജനവും അരിയും എല്ലാം നമ്മൾ ഒരു പലവ്യഞ്ജന കടയിൽ നിന്നല്ലേ കടം വാങ്ങുന്നത്. ഒരു മാസം നമ്മളെല്ലാം ഒരു മാസം കഴിഞ്ഞ ശമ്പളം കിട്ടാൻ വേണ്ടി കുറച്ച് താമസിച്ചാൽ ഒരു 15 ദിവസം താമസിച്ചാൽ നമ്മൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. അത്രയും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഉച്ചഭക്ഷണത്തിന്റെ തുക വളരെ കാലമായി 2016 വർദ്ധിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഉച്ചഭക്ഷണത്തിന്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പൊ LP വിഭാഗത്തിൽ കൊടുക്കുന്ന 6 രൂപ 78 പൈസയും അതുപോലെ UP വിഭാഗം കുട്ടികൾക്ക് കൊടുക്കുന്ന 10 രൂപ 17 പൈസയും കൊണ്ട് ഇത്രയും വൈവിധ്യമുള്ള വിഭവങ്ങൾ കൊടുക്കാൻ സാധിക്കുകയില്ല. കുറവുകളൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ